ലാംഗ്വേജ് അക്രോസ് കരിക്കുലം തേർഡ് യൂണിറ്റിൽ അടുത്തതായി നമ്മൾ നോക്കുന്നത് മോഡൽസ് ഓഫ് കരിക്കുലം ഇൻ്റഗ്രേഷൻ എന്ന ടോപ്പിക്കാണ്. സോ നമ്മളിവിടെ 4 മോഡൽസ് ആണ് പരിചയപ്പെടുന്നത്. അതിൽ 3 മോഡൽസ് ഒരു കോമൺ ആയിട്ട് പറയുന്ന മോഡൽസ് ആണ്. ദെൻ കംസ് സ്പൈറൽ കരിക്കുലം. സോ വിച്ച് ആർ ദ ഫസ്റ്റ് 3 മോഡൽസ്? മൾട്ടി ഡിസിപ്ലിനറി, ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ്ഡിസിപ്ലിനറി. അത് നമുക്ക് ആദ്യം നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് മൾട്ടി ഡിസിപ്ലിനറി. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? ഫസ്റ്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കണ്ട അതേ സംഭവം തന്നെയാണ് നമ്മളിവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എ ടൈപ്പ് വിച്ച് കണക്ട്സ് മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ബൈ ഓർഗനൈസിംഗ് ദം അറൌണ്ട് എ കോമൺ തീം ബട്ട് കീപ്സ് ദ സബ്ജക്ട് സെപ്പറേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു തീം ബേസ്ഡ് ആയിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നത്. ബട്ട് സബ്ജക്ട്സ് അപ്പോഴും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് സബ്ജക്ട്സ് പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എന്താണ്? സബ്ജക്ട്സ് ആർ തോട്ട് ഇൻഡിപെൻഡൻ്റ്ലി. സബ്ജക്ട്സ് അപ്പോഴും സെപ്പറേറ്റ് പീരീഡിൽ സെപ്പറേറ്റ് ടീച്ചർ വന്ന് പഠിപ്പിക്കുന്ന രീതി തന്നെയാണ്. പക്ഷേ അവർ ലെസൺസ് ഡിസൈൻ ചെയ്യുമ്പോൾ, ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരൊരു ഷെയർഡ് തീം ബേസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുക. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കുട്ടികളുടെ ബുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു EVS സബ്ജക്റ്റിൽ ഫാമിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. മലയാളം പീരീഡിലെ ടീച്ചർ വന്നിട്ട് കൃഷിക്കാരെ കുറിച്ച് പഠിപ്പിക്കുന്നു. അങ്ങനെ തമ്മിൽ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്ന രീതി. ദെൻ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? കുട്ടികൾക്ക് തന്നെ ആ ഒരു സബ്ജക്ട്സ് തമ്മിലൊരു കണക്ഷൻ ഫീൽ ചെയ്യും. അതുപോലെ ഒരേ തീമിനെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സിൽ നിന്ന് കാണാൻ അവർക്ക് സാധിക്കുന്നു. അടുത്തതായിട്ടുള്ളതാണ് ഇന്റർ ഡിസിപ്ലിനറി. What is interdisciplinary? Here the subjects are connected and taught together with a more blended approach. നേരത്തെ മൾട്ടിയിൽ നമ്മൾ പറഞ്ഞു സബ്ജക്ട്സ് സെപ്പറേറ്റ് ആയിട്ടാണ്. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഒരു ബ്ലെൻഡിങ് വരുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്? സബ്ജക്റ്റ് മാറ്ററും സ്കിൽസും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഉള്ളത്. അതുപോലെ കോണ്ടന്റ് ഈസ് ഷെയർഡ് ആൻഡ് അപ്ലൈഡ് അക്രോസ് സബ്ജക്ട്സ്. നമ്മൾ കുറച്ചുകൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് സബ്ജക്ട്സ് പഠിപ്പിക്കുന്നു. ഇവിടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഓക്കെ നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മളിത് ലേൺ ചെയ്യുന്നത് എന്നുള്ളൊരു അവയർനെസ് ഉണ്ടാവും. അതേസമയം മൾട്ടി ഡിസിപ്ലിനറിയിൽ അങ്ങനെ ഒരു അവയർനെസ് അവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാം അതിൻ്റെ ഓബ്ജക്റ്റീവ്സ്. It encourages students to think critically and make connection across disciplines. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, കുട്ടികൾക്ക് കുറച്ചുകൂടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ആവുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇവർ തമ്മിൽ കണക്ഷൻ വരുന്നത് എന്നവർ ചിന്തിക്കുന്നു. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് നോളജ് ഫ്രം മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ്. ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സിൽ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നവർ മനസ്സിലാക്കും. അടുത്തത് എന്താണ്? ട്രാൻസ് ഡിസിപ്ലിനറി ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. റിയൽ വേൾഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഗ്ലോബൽ ഇഷ്യൂസ് കുട്ടികളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാണ്. അതിലൂടെയാണ് അവർ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ സബ്ജക്ട്സിൻ്റെ ആ ഒരു ബൗണ്ടറി ഇവിടെ ഇല്ല. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? റിയൽ ലൈഫ് ഇഷ്യൂസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ അവർക്കൊരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഒരു ആർട്ടിഫിഷ്യൽ സെറ്റിങ്സിലല്ല അവർ പഠിക്കുന്നത്, മറിച്ച് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് മുന്നിലോട്ട് വെച്ചിട്ടാണ് അവർക്ക് പഠനം നടത്തുന്നത്. അപ്പോൾ അവരുടെ പ്രോബ്ലം സോൾവിങ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് അവിടെ ഇൻക്രീസ് ആവുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇറ്റ് പ്രൊമോട്ട്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്കിൽസ് നീഡഡ് ടു സോൾവ് കോംപ്ലക്സ് റിയൽ വേൾഡ് പ്രോബ്ലംസ്. കുട്ടികൾക്ക് നേരിട്ട് റിയൽ ലൈഫ് പ്രോബ്ലംസ് കാണിച്ച് പഠിപ്പിക്കുമ്പോൾ അവർക്ക് അത് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ആവുന്നു. അതുപോലെ അവർ പഠിക്കുന്ന നോളജ് മീനിങ് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നു. പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ പല നോളജും നമ്മൾ അക്വയർ ചെയ്തു, പക്ഷെ അത് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ട്രാൻസ് ഡിസിപ്ലിനറി കരിക്കുലത്തിൽ കുട്ടികൾക്ക് റിയൽ ലൈഫ് സെനാരിയോസ് ആണ് അവർ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ദേ ഡു ഗെറ്റ് ദാറ്റ് കോൺഫിഡൻസ് ടു അപ്ലൈ ദെയർ നോളജ് മീനിങ് അടുത്തതായി പറയുന്നതാണ് സ്പൈറൽ കരിക്കുലം. നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് പഠിച്ച കണ്ടന്റ് നാളെ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് പുതിയൊരു ടോപ്പിക്ക് പഠിക്കുന്നു. അത് കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ പുതിയൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇന്ന് പഠിച്ചതും നാളെ പഠിച്ചതും കൂടെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ബേസിൽ നിന്ന് തന്നെ എപ്പോഴും തുടങ്ങുന്ന രീതിയിലുള്ള ഒരു കരിക്കുലമാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. It is a model where students revisit the key concepts at increasing level of complexity throughout their education. നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, പുതിയ കണ്ടന്റ് പഠിക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും താഴോട്ട് വന്ന് റിവൈസ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ? സോ കുട്ടികൾ, നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികൾ ആദ്യം നമ്പേഴ്സ് പഠിക്കുന്നു, പിന്നീട് അഡീഷൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ വീണ്ടും നമ്പേഴ്സ് റിവൈസ് ചെയ്യുന്നു, പിന്നീട്
സബ്ട്രാക്ഷനിലോട്ട് പോകുമ്പോൾ കുട്ടികൾ വീണ്ടും അഡീഷൻ എന്തായിരുന്നു, നമ്പേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്തിട്ടാണ് സബ്ട്രാക്ഷൻ പഠിക്കുന്നത്. ദെൻ കംസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് അഡീഷൻ ആണ്. അപ്പോൾ വീണ്ടും അവർ അഡീഷൻ പഠിച്ചു, നമ്പേഴ്സ് റിവൈസ് ചെയ്തു, വീണ്ടും അവർ മുന്നോട്ട് പോകുന്നു, ഡിവിഷൻ പഠിക്കുന്നു. എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ സബ്ട്രാക്ഷൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. ഇങ്ങനെ പുതിയ പുതിയ നോളജ് അവർ പഴയ നോളജിനോട് ലിങ്ക് ചെയ്ത് പഠിക്കുന്ന രീതിയാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എന്താണ്? കോൺസെപ്റ്റ്സ് ആർ റീവിസിറ്റഡ് പീരിയോഡിക്കലായിട്ട് അവർ ഇതിങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ പ്രീവിയസ് നോളജിൻ്റെ ആ ഒരു ഡെപ്ത് കൂടുന്നു. അതുപോലെ റീഇൻഫോഴ്സസ് ലേണിംഗ് ആൻഡ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. അവർക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഡീപ്പർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നു. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്? ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ബിൽഡ് ഓൺ വാട്ട് ദേ ഹാവ് ഓൾറെഡി ലേൺഡ്. നമ്മൾ മുന്നേ പഠിച്ച കാര്യത്തിന് ഒന്നുകൂടെ ഉറപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഫെസിലിറ്റേറ്റ് ലോങ് ടേം റിട്ടൻഷൻ ഓഫ് കോർ കോൺസെപ്റ്റ്സ്. റിട്ടൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? അവർക്കത് എന്നും ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മെമ്മറിയിൽ അതങ്ങ് പതിഞ്ഞു പോകത്തക്ക രീതിയിലാണ് ഈ ഒരു സ്പൈറൽ കരിക്കുലം ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്.